പെരുന്നാൾ ഓഫർ ആയിട്ടാണ് ജൂൺ 7 പെരുന്നാളാണ്. അപ്പോൾ അതുവരെയുള്ളൊരു സ്പെഷ്യൽ റേറ്റ് നമ്മളുള്ള എല്ലാ സ്റ്റോക്കിനും 85,000 രൂപയ്ക്ക് വരാം, 1.25 ലക്ഷം രൂപയ്ക്ക് വരാം, 1,25,000 രൂപയ്ക്ക് വരാം. ഇതൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും 340 വണ്ടി ഉണ്ടെങ്കിൽ കമൻറ്റിൽ വരണം. CNG ഉള്ള RCയിൽ എൻഡോസ് ചെയ്ത വണ്ടി, CNG കിറ്റ് ചെയ്യാൻ വേണം 50,000 രൂപ പ്ലസ് CNGയിൽ തരാം. CNGയുടെ പൈസ നമുക്ക് വേണ്ട അല്ലേ? ഈ വണ്ടി ഒരു പൈസയില്ലാതെ തരാം. ഒരു പൈസയില്ലാതെ 2013 ഇയോണ് നമ്മൾ സ്പെഷ്യൽ റേറ്റ് എന്ന് പറയുന്നത് 18 ഇതിൻ്റെ സ്പെഷ്യൽ റേറ്റ് ആണ്. ഇതൊക്കെ നമ്മൾ വെല്ലുവിളിച്ചിട്ട് ചെയ്യണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ വരും. നമ്മൾ നെറ്റായിട്ട് ഇപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ഉള്ളിൽ വരുന്ന ജൂൺ 7 ഉള്ളിൽ വരുന്ന ഒരാൾക്ക് 5,45,000 വണ്ടി വരും. നമുക്ക് 5 ലക്ഷത്തിന് താഴെ കിട്ടുന്ന ഒരു ഫുൾ ഓപ്ഷൻ ഹുണ്ടായിൻ്റെ വണ്ടി i20 ഡീസലും ചാൻസ് റേറ്റിൽ തരാം. അടുത്തത് ഗ്രാൻഡ് i10, ഇതും ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് തരാം. ഒരു ഹൈലൻഡ് ഡീസൽ നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. സ്പെഷ്യൽ റേറ്റ് എന്ന് ഞാൻ വെറുതെ വീഡിയോ തള്ളുന്നല്ല, സ്പെഷ്യൽ റേറ്റിൽ വണ്ടി. ഈ എമൗണ്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും ചെയ്യും. അല്ല 20-ന്റെ അടുത്ത് മൈലേജ് വരുന്ന പെട്രോൾ വണ്ടിയാണത്. 4/5 2019 വണ്ടി കേരളത്തിൽ ആരും വിൽക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും ഈ വിലക്ക് വെക്കുന്നുണ്ടോ നോക്കിക്കോളൂ അല്ലേ? പിന്നെ നെട്ടിക്കുന്ന റേറ്റിൽ ഒരു വണ്ടി കൂടെ ഞാൻ തരാം. എട്ടാൻ തയ്യാറായിക്കോളൂ, പറഞ്ഞു. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. കോഴിക്കോട് ജില്ലയിൽ പാവങ്ങാടുള്ള സെക്കൻഡ് ചോയ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മഴക്കാലമാണ് വരുന്നത്. ചെറിയ ബഡ്ജറ്റിലുള്ള കാറുകൾ അന്വേഷിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ടാവും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അല്ലേക്കാ മുഹമ്മദ് കാ? അപ്പോൾ ഇന്ന് ഞെട്ടിക്കുന്ന റേറ്റ് ആണോ അതോ സ്പെഷ്യൽ റേറ്റ് ആണോ? എന്താണ് ഇന്നത്തെ റേറ്റ്? ഇതിൽ കാണിക്കുന്നത് അടിച്ചുപൊളി റേറ്റ്. അടിച്ചുപൊളി റേറ്റ് വെച്ചാൽ നമ്മളൊരു നെറ്റ് റേറ്റ്, ഇനി ബാർഗൻ ചെയ്യാൻ ഇല്ലാത്ത നെറ്റ്. ഇപ്പോൾ കാണുന്ന ആൾക്കാർക്ക് എന്തായാലും അത് എടുക്കണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കാം. ഇവിടെ വരാതെ തന്നെ തീരുമാനിക്കാം. ഇതിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് നമ്മളൊരു പെരുന്നാൾ ഓഫർ ആയിട്ടാണ്, ജൂൺ 7 പെരുന്നാളാണ്. അപ്പോൾ അതുവരെയുള്ളൊരു സ്പെഷ്യൽ റേറ്റ് നമ്മളുള്ള എല്ലാ സ്റ്റോക്കിനും നെറ്റ് റേറ്റിലേക്ക് ആക്കി തരാം. അപ്പോൾ നമ്മളെ കാറ്റലോഗ് നോക്കിയാൽ അറിയാം നമ്മുടെ പ്രീവിയസ് റേറ്റ് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളൊരു അഡീഷണൽ ഡിസ്കൗണ്ട് മീൻസ് നെറ്റ് നമ്മൾ ലാൻഡിങ്ങിന് താഴെ പോയിട്ടുള്ള വിലയുള്ള വണ്ടികളൊക്കെ ഉണ്ട്. ഇതിൽ എക്സാമ്പിളാണിത്. 2018 വാഗ്നറൊക്കെ 3,40,000 ഇട്ടത്. അതിനകത്തേക്ക് നമുക്ക് വരാം. നമുക്ക് ആദ്യം ഒരു CNG വണ്ടി തുടങ്ങാം. കറക്റ്റ്. ഇതൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും 340 വണ്ടി ഉണ്ടെങ്കിൽ കമൻറ്റിൽ വരണം, നമ്പർ വരും, ഞങ്ങളൊന്ന് പർച്ചേസ് ചെയ്യാം. ഇതിന്റെ ഡീറ്റെയിൽസ് ബാക്കി നമുക്ക് പറയാം. CNG ഉള്ള RCയിൽ എൻഡോസ് ചെയ്ത വണ്ടി, CNG കിറ്റ് ചെയ്യാൻ വേണം 50,000 രൂപ. ഞാൻ 2017 ഇയോണിന് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ചോദിക്കുന്നുള്ളൂ. 2,35,000 പ്ലസ് CNGയിൽ തരാം. CNGയുടെ പൈസ നമുക്ക് വേണ്ട അല്ലേ? CNGൻ്റെ വില അപ്പോൾ എടുക്കുന്ന ആൾക്ക് ഈ കിറ്റ് കഴിച്ചു കൊടുത്താൽ കിട്ടും. ഇപ്പോൾ സെക്കൻഡ്സിൽ 30 രൂപ കിട്ടും. അപ്പോൾ 2017 വെൽ കണ്ടീഷൻ വണ്ടി 2,35,000 രൂപയ്ക്ക് ഈ കിറ്റ് അടക്കം തരാം. എത്ര ഓടിയ വണ്ടി? 62,000 ഓടിയ വണ്ടി. ഓണർഷിപ്പ് ഏതൊക്കെ? ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഇല്ല. അടിപൊളി കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടി. ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് 2,10,000 ലോൺ ചെയ്ത് തരാം. 2,10,000. അപ്പോൾ ഇത് എടുക്കുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എടുക്കുന്ന ആൾക്ക് മൈലേജ്, CNGക്ക് മൈലേജ് ഒരു കിലോയിൽ തന്നെ 26-27 കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ അടിപൊളി മൈലേജിൽ വണ്ടി ഓടിക്കാനും പറ്റും. വാല്യൂഡ് ആണ്, RCയിൽ എൻഡോസ് ചെയ്താണ്. നെക്സ്റ്റ് ഇതന്നെ സെയിം 2017 തന്നെ. ഇതും നമ്മൾ 2,35,000 രൂപയ്ക്ക് തരാം. 2,35,000 2017 തരാം. വൈറ്റും 2017 ആണ്. ഇത് ഓട്ടം എത്ര 80-ന്റെ മേലെ കയറിയുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടി അല്ലേ? നല്ല വണ്ടി, നല്ല ഗുഡ് ടയർസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അടിപൊളിയാണ്. ഇത് നമുക്ക് ലോൺ 2,10,000 ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനും ലോൺ ചെയ്ത് തരാൻ പറ്റും. ഈ വണ്ടി ഒരു പൈസ ഇല്ലാതെ തരാം. ഒരു പൈസ ഇല്ലാതെ സീറോ ഡൗൺ പേയ്മെന്റിൽ തരാം. 2013 ഇയോണ് നമ്മൾ സ്പെഷ്യൽ റേറ്റ് എന്ന് പറയുന്നത് ഇതാണ് തെളിവ്. 1.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി തരാം. 1.5 ലക്ഷം രൂപയ്ക്കാണ്. അത് ആ എമൗണ്ടിന്റെ നല്ലൊരു ഫയലാണ്. 650-ന്റെ മേലെ സിബിൽ സ്കോർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിന് ഫുള്ള് ലോൺ 650 മതി. 650-ന് മേലെ ഉണ്ടായാൽ മതി. സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി ലോണിൽ ചെയ്ത് തരാം. ലോൺ ചെയ്തെടുക്കാൻ പറ്റും. ഇത് എത്ര ഓടിയുണ്ട് വണ്ടി? ഇതും എത്ര 75-ന്റെ മേലെ കയറിയുണ്ട്. 55,000 കയറിയിട്ടുള്ളൂ. 55,000 ഓടിയിട്ടുള്ളൂ. നെക്സ്റ്റ് ഫുൾ എമൗണ്ട് കയറുന്ന നെക്സ്റ്റ് വണ്ടി ഇതാ. 2018 ടാറ്റ ടിയാഗോ XT 28,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ വണ്ടി. 2018 ലോ കിലോമീറ്റർ 3,30,000 വണ്ടി തരാം. ആ എമൗണ്ട് തന്നെ ലോണിൽ ചെയ്ത് തരാം. ഫുൾ ലോൺ കിട്ടുന്ന നമ്മൾ ഈ ഫുൾ ലോൺ എന്ന് പറയുമ്പോൾ ട്രാക്ക് ഡിപ്പെൻഡ് ആണ്. നമ്മളിപ്പം ചില ആൾക്കാർ വന്നിട്ട് പറയും, നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞല്ലോ ഫുള്ള് ലോണ് ഞങ്ങൾ കൊടുത്തു നോക്കിയപ്പോൾ 80% എല്ലാം ഡോക്യുമെന്റ്സ് ഡിപ്പെൻഡ് ആണ്. നോർമലി എല്ലാവർക്കും അറിയാം. ആധാർ കാർഡ്, പാൻ കാർഡ്, ആ ഒരു 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം, ഒരു ഗ്യാരണ്ടർ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് എലിജിബിലിറ്റി അറിയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സിബിൽ സ്കോർ ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ 0 ഡൗൺ പേയിലോ അല്ലെങ്കിൽ കുറഞ്ഞ ഡൗൺ പേയിലോ വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ. അടുത്തേതാ? നെക്സ്റ്റ് 2017 രജിസ്ട്രേഷൻ വരുന്ന 2018 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി വാഗണാർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,13,000 ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് ഇല്ല. വെൽ കണ്ടീഷൻ വണ്ടി. EXI പുതിയ ഇൻഷുറൻസ് അടക്കം 3,40,000 ചെയ്തു തരാം.
ഇൻഷുറൻസ് അടക്കം ഒരു ലോൺ നോക്കുന്ന ഒരാൾക്ക് കമ്പനീൻ്റെ ചില ഫിനാൻസ് ടീമിൻ്റെ വാല്യുവേഷൻ പ്രകാരം നല്ല ഒരു 95% ഇതിന് കയറേണ്ടതാണ്. ചില എന്തായാലും ഒരു 3-3.25 വരെ ഇതിന് ലോൺ കയറും. ലോൺ കയറും അല്ലേ? ഒരു 10-15 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് വണ്ടി ഇറക്കാം. നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. അപ്പം 18 ഇതിൻ്റെ സ്പെഷ്യൽ റേറ്റ് ആണ്. ഇതൊക്കെ നമ്മൾ വെല്ലുവിളിച്ചിട്ട് ചെയ്യണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ വരും. ഇത് വില കൂടുതലാണെന്നുള്ള ആൾക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി ഞങ്ങൾ എടുത്തോളാം. പറഞ്ഞാൽ മതി, നമ്മൾ തന്നെ ഒന്ന് എടുത്തോളാം. 19 വണ്ടി ഡെൽറ്റ സെക്കൻഡ് ഓണർഷിപ്പിൽ 61,000 കിലോമീറ്റർ ഓടിയ 2019 മോഡൽ വെൽ കണ്ടീഷൻ വണ്ടി. ഓക്കെ. ഇതിന് നമുക്ക് ലോണ് ഒരു 5 lakh വരെ ലോൺ ചെയ്ത് കൊടുക്കാം. എമൗണ്ട് എത്രയാ? നമ്മൾ നെറ്റായിട്ട് ഇപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ഉള്ളിൽ വരുന്ന ജൂൺ 7 ഉള്ളിൽ വരുന്ന ഒരാൾക്ക് 5,45,000 വണ്ടി വരും. ഓക്കെ. അപ്പോൾ 45 രൂപ ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ 2019 ഡെൽറ്റ സെക്കൻഡ് ഓണർഷിപ്പ് 61,000 കിലോമീറ്റർ ഉള്ള വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു ഓൾട്ടോ, ഒരു ഫാമിലിക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. ഓൾട്ടോ VXI ആണ് കേട്ടത്. ഓൾട്ടോ എണ്ണൂറിൽ VXI എന്നുള്ള ഓപ്ഷനാണ്. അതും സിംഗിൾ ഓണർഷിപ്പ് 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2,75,000. നമുക്ക് ഒരു 25 രൂപ ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടോ ഈ വണ്ടി ഇറക്കി തരാം. 2.5 ലക്ഷം രൂപ ലോൺ കയറ്റി തരാം. ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം 18 മോഡൽ VXI സിംഗിൾ ഓണർഷിപ്പ് 40,000 കിലോമീറ്റർ. നെക്സ്റ്റ് അതേപോലെ തന്നെ 2019 വണ്ടിയാണ് നിയറസ്റ്റ് വരുന്നത്. അത് LXI എന്നുള്ള വേരിയന്റിലാണ്. ഇതും 39,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. ഇതും സ്പെഷ്യൽ റേറ്റിൽ 2,70,000 രൂപ തരാം. 2-2.5 വരെ ലോൺ ചെയ്ത് തരാം. 25 രൂപ ഇനീഷ്യൽ പേയ്മെന്റ് ഉള്ള ഒരാൾക്ക് ഓൾട്ടോ LXI 2018 അടുത്ത എത്തിയോസ് 2019 മോഡൽ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് 86,000 കിലോമീറ്റർ. ഓക്കെ. ലിവ എത്തിയോസ് ഇല്ല. ചില ഫുൾ ലോഡിൽ ടോപ്പിന്റെ ഡ്യുവൽ ടോൺ ഒക്കെ വരുന്ന വണ്ടി, അലോയ് വീൽ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്ന സിംഗിൾ ഓണർഷിപ്പ് 86,000. റീപ്ലേസ്മെന്റ് ഇല്ല, വെൽ കണ്ടീഷൻ വണ്ടി. ഓക്കെ. അപ്പോൾ വില ഇത് 6,60,000 രൂപയ്ക്ക് വരാം. 6,60 ആണ് പറയുന്ന റേറ്റ്. ഇതിന്റെ വാല്യൂ അറിയാം, ഇതിന്റെ ഡിമാൻഡും അറിയാം. ലോണ് നമുക്കൊരു 5.25 വരെ ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. 5.25 വരെ 5,75,000 വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത വണ്ടി നെക്സ്റ്റ് വരുന്നത് 2016 മോഡൽ ആസ്റ്റ ഫുൾ ഓപ്ഷൻ പെട്രോൾ വണ്ടി വരാം. ഓക്കെ. എത്ര ഓടി ഉണ്ട്? ഇത് ഓട്ടം വരുന്നത് 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. വണ്ടി ക്വാളിറ്റി ഉള്ള ഒരു ഫുൾ ലോഡ് വണ്ടി. ഫുൾ ലോഡ് വണ്ടി നമുക്ക് 5 ലക്ഷത്തിന് താഴെ കിട്ടുന്ന ഒരു ഫുൾ ഓപ്ഷൻ ഹുണ്ടായിൻ്റെ വണ്ടി. 2016 മോഡൽ ആസ്റ്റ പെട്രോൾ i20. നമുക്ക് ഇതിന് ലോൺ 4.5 വരെ ലോൺ അവൈലബിൾ ആണ്. നമ്മളെ റൈറ്റ് എന്ന് പറഞ്ഞാൽ 4,95,000 വരാം. ഒരു 45 രൂപ ഇനീഷ്യൽ പേയ്മെന്റ് ഉള്ള ആൾക്ക് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി ഇറക്കി തരാം. പെട്രോൾ ആണ്, മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. വീണ്ടും ഒരു i20 ഉണ്ടല്ലോ. i20 ഡീസലും ചാൻസ് റേറ്റിൽ തരാം. 5,10,000 രൂപയ്ക്ക് 2017 മോഡൽ ആസ്റ്റ ഓപ്ഷനിലാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തരാം. എത്ര ഓടിയുണ്ട്? ഓട്ടം 1 പുറത്ത് ഓടിയിട്ടുണ്ട്. കറക്റ്റ് പ്രോപ്പർ സർവീസ് പോയിട്ടുണ്ട്. 5,10,000 വരാം. അതിൽ നമുക്ക് ആ എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന 2017 ആസ്റ്റ ഓപ്ഷനിൽ 17 ഫുൾ ലോഡ് വണ്ടി. ഇതിനും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വീണ്ടും i20. ഇതും 2016 മോഡൽ. 2016 മോഡൽ പെട്രോൾ. വേരിയന്റ് ഇതും വരുന്നത് ഇത് സ്പോർട്സ് വേരിയന്റിൽ വരുന്നുണ്ട്. എത്ര ഓടിയുണ്ട്? ഓട്ടം വരുന്നത് 1 ഉള്ളിൽ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതും 4 ലക്ഷത്തിന് കൊടുക്കാം. 4 ലക്ഷം. ചാൻസ് ആണ്. ഫുൾ ലോൺ കയറും. ആ റേറ്റ് ആണല്ലോ. ഫുൾ ലോൺ കയറും കേട്ടോ. അടുത്തത് ഗ്രാൻഡ് ഐറ്റൻ. ഇതും ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് തരാം. 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 74,000 കിലോമീറ്റർ ഓടിയ വണ്ടി 3,95,000 വരാം. ഇത് ഏതായിരുന്നു വേരിയന്റ്? ഇത് മാഗ്ന 2018 മോഡൽ മാഗ്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഒരു ഫുൾ ലോൺ കയറുന്ന മാക്സിമം വണ്ടികൾ ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഹുണ്ടായുടെ വണ്ടിയൊക്കെ മാക്സിമം കയറും ചെയ്യാം. നമ്മൾ ആ പ്രൈസ് ആ ഒരു ഇതിലേക്ക് ഇട്ടതിനെ കൊണ്ട് എന്തായാലും ഇത് ഫുൾ എമൗണ്ടിൽ ഇതിന് 3,95,000 രൂപ ഫുൾ ലോൺ ചെയ്ത് തരാൻ പറ്റും. അടുത്തത് ഒരു ഹൈലൻഡ് ഡീസൽ നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. 14 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, ടോപ്പ് എൻഡ് ആണ്. ഹൈലൈൻ എന്നുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒന്നിന്റെ സർവീസ് ചെയ്ത വണ്ടിയാണ്. 4,25,000 2014 ഫുൾ ഓപ്ഷൻ വണ്ടി തരാം. ഇതിന്റെ ലോൺ നമുക്കൊരു 3.25 വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു ഡീസലാണ് ഫുൾ ഓപ്ഷൻ വണ്ടി. വില നിങ്ങൾ കമ്പാരിസൺ നടത്തിയാൽ അറിയാൻ പറ്റും കൂടുതലാണോ കുറവാണോ എന്നുള്ളത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വീണ്ടും ഗ്രാൻഡ് ആയിട്ട് 2017 മോഡൽ സ്പോർട്സ് ആണ്. സ്പോർട്സ് ഓപ്ഷനിലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. നിങ്ങൾ ഓൾ കേരള എടുക്കുന്ന ആൾക്കാരല്ല. എത്ര ആയിരിക്കും ഇതിന്റെ വില? സ്പെഷ്യൽ റേറ്റ് ഞാൻ വെറുതെ വീഡിയോ തള്ളുന്നല്ല. സ്പെഷ്യൽ റേറ്റിൽ വണ്ടി ഒരു 4 പുറത്ത് എന്തായാലും ഉണ്ടാവും. 4.25 മുകളിൽ ഓട്ടോമാറ്റിക് വില വരും. ഇത് നമ്മൾ മാനുവൽ റേറ്റിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്ന വണ്ടി 3,99,000 വരാം. ഈ എമൗണ്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും ചെയ്യും. 4.25 വരെ ലോണും കയറും. ക്യാഷ് ബാക്ക് വരും. 3,99,000 2017 ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വെഹിക്കിൾ വരാം. പെട്രോൾ ഓട്ടോമാറ്റിക്
ബലെനോ 2021 സെഗ്മ പെട്രോള് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി തരാം 5,45,000. 5,45,000. 2021 സെഗ്മ എന്നുള്ള വേരിയൻ്റ് ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്, 82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ 82,000. അപ്പോൾ ഒരുപാട് ബലേനോൻ്റെ ആൾ നോക്കുന്നതാണ് മൈലേജ് ഉള്ളത്. കാരണം അതെ, അല്ല 20-ന്റെ അടുത്ത് മൈലേജ് വരുന്ന പെട്രോൾ വണ്ടിയാണിത്. മാരുതിയിൽ ഹയസ്റ്റ് മൈലേജ് വരുന്ന ഒരു വണ്ടിയാണ്. പെട്രോൾ മാനുവൽ, അതും സിംഗിൾ ഓൺഷിപ്പ് ആണ്, കിലോമീറ്ററും കുറവാണ്, കറക്റ്റ് സർവീസ് ഉണ്ട്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 5,40,000. പിന്നെ അതാ നെട്ടിക്കുന്ന റൈറ്റിൽ ഒരു വണ്ടി കൂടെ ഞാൻ തരാം. എട്ടാം തയ്യാറായിക്കോളൂ, പറഞ്ഞു. ഏതാ മോഡല്? ഇത് ഡിസയർ ഡിസയർ 2019 ഡീസൽ എഞ്ചിന്, ഡീസൽ സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ. നിങ്ങളുടെ നാട്ടിൽ നെടുമ്പാശ്ശേരി ഭാഗത്തൊക്കെ ഒരുപാട് പേര് യൂബർ വണ്ടി തിരഞ്ഞെടുക്കുന്നതാണ്. അതെ. അപ്പോൾ 4,05,000 രൂപയ്ക്ക് തരാം. 4,05,000 2019 വണ്ടി കേരളത്തിൽ ആരും വിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പണി നിർത്തി പോകും. അപ്പൊ കേരളത്തിൽ എവിടെയെങ്കിലും ഈ വിലക്ക് വെക്കുന്നുണ്ടോ നോക്കിക്കോളൂ അല്ലേ. 4,05,000 രൂപയ്ക്ക് 2019 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വീഡേ ഡീസലാണ്. മൈലേജ് ഉണ്ടാവും, 20-ന്റെ അടുത്ത് മൈലേജ് ഉണ്ടാവും. യൂബറോ ഓലൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് എടുത്തിട്ട് ലോൺ കയറ്റാൻ പറ്റും. 4.5 ലക്ഷത്തിന് അടുത്ത് ഇതിന് ലോണും കയറും. ലോണും ചെയ്യാൻ പറ്റും. ഞങ്ങളെ വില വരുന്നത് 4,05,000 സ്പെഷ്യൽ റേറ്റ് ആണ്, ലോസിലാണ്. അടുത്തത് ഉള്ളില് നെക്സ്റ്റ് ഡിസയർ. ഓക്കെ. 2017 മോഡല്, ഇതും സിംഗിൾ ഓൺഷിപ്പ്, 49,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ വണ്ടി. പെട്രോൾ വണ്ടി. ഇതും 4,95,000 തരാം. 4,95,000 2017 തരാം. ഓക്കെ. അപ്പൊ ഇതില് ഫിനാൻസ് എത്ര വരെ കയറുക? ഇതിന് നമുക്ക് 4,4 വരെ ലോൺ ചെയ്യാൻ പറ്റും. 4,4 വരെ ലോൺ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ബലേനോ ചാൻസ് റേറ്റിൽ തന്നെ 2021 ഡെൽറ്റ, അതും സിംഗിൾ ഓൺഷിപ്പ്, 86,000 കിലോമീറ്റർ ഓടിയ വണ്ടി. പെട്രോൾ അല്ലേ? പെട്രോൾ. ഓക്കെ. 5,75,000 രൂപയ്ക്ക് തരാം. 5,45,000 തരാം. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് ഇതിന് 5-5,15 വരെ ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ 50 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. വെൻഡോ സ്പെഷ്യൽ റേറ്റിൽ തന്നെ വെൻഡോയും തരാം. 2013 വെൻഡോ ഹൈലൈൻ 2,10,000 രൂപയ്ക്ക് തരാം. പെട്രോൾ അല്ലേ? പെട്രോൾ അല്ല, ഡീസൽ മൈലേജ് വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വണ്ടി കേട്ടോ. ഡീസൽ മാനുവൽ അല്ലേ? മാനുവൽ ഹൈലൈൻ ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. നമ്മൾ പോളോ പറഞ്ഞ വരെ തന്നെ ഫുൾ ഓപ്ഷൻ 2013 വണ്ടി 2,10,000 രൂപയ്ക്ക് തരാം. എത്ര ഓടിയുണ്ട്? ഇത് ഓട്ടോ 1 പുറത്ത് ഓടിയിട്ടുണ്ട്, ഹിസ്റ്ററി പോയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഒരു ഡീസൽ നമുക്ക് ഈ ഒരു റൈറ്റിൽ ഇപ്പം ഒരുപാട് വണ്ടികൾ ഇപ്പം കിട്ടാൻ അവൈലബിൾ അല്ല. ചില മാരുതി ഡീസൽ വണ്ടി നിർത്തി. അപ്പോൾ നമുക്ക് 6 ലക്ഷത്തിന് താഴെ വരുന്ന നല്ലൊരു വണ്ടി. നമുക്ക് കിലോമീറ്റർ സിംഗിൾ ആണ്, ഓണർഷിപ്പ് സിംഗിൾ ആണ്, കിലോമീറ്റർ 40,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഫുൾ ഓപ്ഷൻ വണ്ടി. 2018 വരെ 40,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫോർഡിന്റെ ഫ്രീ സ്റ്റൈൽ 5,85,000 രൂപയ്ക്ക് വരാം. നമുക്ക് 5.5 വരെ ലോണും അവൈലബിൾ ആണ്. 30-35 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീസൽ ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, അതും ലോ കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി. വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി, അടിപൊളി കണ്ടീഷൻ കിടക്കുകയാണ്. അപ്പൊ അടുത്ത വണ്ടി അത് നമുക്കൊരു ചെറിയൊരു പ്രൈസിൽ ഒരു XUV പരിചയപ്പെടുത്തി തരാം. 2014 മോഡല് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന ഫുൾ ലോഡ് വെച്ചാൽ XV ഡീസൽ. ഓക്കെ. 110 PS വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. 4,30,000 രൂപയ്ക്ക് വരാം. ഇതിന് നമുക്ക് ലോണും ഒരു 4 ലക്ഷത്തിന്റെ അടുത്ത് വരെ ലോണും ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ഓൺഷിപ്പിൽ 82,000 കിലോമീറ്റർ, ഡീസൽ ഫുൾ ഓപ്ഷൻ, 110 PS. നെക്സ്റ്റ് വരുന്നത് വെന്യൂ 2021 മോഡല് വെന്യൂ. ചില റീപ്ലേസ്മെന്റ് ഇല്ല, കറക്റ്റ് പ്രോപ്പർ സർവീസ് പോയിട്ടുണ്ട്, ലോ കിലോമീറ്റർ ആണ്, ആകെ 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓൺഷിപ്പ്, 6,40,000 രൂപയ്ക്ക് ഫുൾ എമൗണ്ട് ലോൺ ചെയ്തു തരാം. ബേസ് വേരിയന്റിൽ വെൽ കണ്ടീഷൻ വണ്ടി, പെട്രോൾ മാനുവൽ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. അടുത്ത ബ്രസ ഒരു ZDI ഡീസലിന് ഒരുപാട് എൻക്വയറി ഉള്ളതാണ്, നിർത്തിയ കാരണം ഇപ്പോൾ പെട്രോൾ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. പഴയ ഡീസലിന് നല്ല എൻക്വയറി ഉണ്ട്, മൈലേജ് ഉള്ള വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ 62,000 കിലോമീറ്റർ ഓടിയ 2018 ZDI. ZDI എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ലോഡ് ടോപ്പ് എൻഡ് വണ്ടി. നമുക്ക് 8,05,000 കൊടുക്കാം. നമുക്ക് 8,05,000 നമുക്ക് 7 വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 8,5 നമ്മൾ പറയുന്ന ലാസ്റ്റ് റേറ്റ്. ലാസ്റ്റ് റേറ്റ് 2018 ZDI ആണ്, കിലോമീറ്റർ കുറവാണ്. നമുക്ക് കിലോമീറ്റർ 1 lakh എബോ ഓടിയിട്ടുണ്ടാക്കി നമുക്ക് 8-ന്റെ താഴൊക്കെ ആയിട്ട് കിട്ടും. 7 to 8-ന്റെ ഉള്ളിലൊക്കെ 1 lakh എബോ കിട്ടും. ഇത് കിലോമീറ്റർ കുറവാണ്, 62,000 കിലോമീറ്റർ ഓടില്ലോ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വീണ്ടും പിന്നെ ഇത് ബുക്കിങ്ങിലാണ് വണ്ടി, കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിരുന്നു. ഒരു C ക്ലാസ് ഉണ്ടല്ലോ, നല്ലൊരു ബെൻസ് എന്നുള്ളൊരു ആഗ്രഹം സഫലമാക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് എടുക്കാൻ പറ്റുന്ന നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കേട്ടോ. അല്ല നമുക്ക് ഇതിന്റെ പേപ്പർ വാലിഡിറ്റി മുന്നോട്ടുണ്ട്, 2030 വരെ ഉണ്ട്. റിന്യൂവൽ എടുത്ത വണ്ടിയാണ്. 2010 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിൽ വരുന്ന 1,02,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. നമുക്ക് ഡീസൽ ആണോ? ഡീസൽ വണ്ടിയാണ്.
അപ്പോൾ പേപ്പർ 30 വരെ ഉണ്ടല്ലേ? 30 വരെ റിന്യൂവൽ വാലിഡിറ്റി ഉള്ള വണ്ടി കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ കേരള വണ്ടിയല്ലേ? കേരള വണ്ടി കിലോമീറ്റർ ഒക്കെ ഓണർഷിപ്പിൽ വരുന്ന കേരള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പക്ക നീറ്റും സർവീസ് കമ്പനിയിൽ പോയിട്ടുണ്ടല്ലേ? ഓക്കെ, വണ്ടിയുടെ ബോഡി ക്വാളിറ്റിന്റെ കണ്ടല്ലോ അറിയാം. യെസ്, അടിപൊളി. നമുക്ക് 6,40,000 രൂപയ്ക്ക് കൊടുക്കാം. 6,40,000 ഒരു 220 കൊടുക്കാം. 220 കൊടുക്കാം. ബെൻസ് വീട്ടിൽ കിടക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വന്നെടുക്കാം അല്ലേ? യെസ്. അപ്പോൾ അടുത്ത വണ്ടി, അടുത്ത ഷെവർലയുടെ ബീറ്റ് അല്ലല്ലോ, ബീറ്റല്ല, സ്പാർക്ക് 2012. അതൊക്കെ ക്ലിയറൻസ് സെയിലേക്ക് ഇടുകയാണ്. 85,000 രൂപയ്ക്ക് 2012 സ്പാർക്ക് LT വരാം. ഫുൾ ഓപ്ഷൻ സ്പാർക്ക് പെട്രോൾ, ഒരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. 2027 വരെ പേപ്പർ വാലിഡിറ്റി ഉള്ള പെട്രോൾ ആണ്. വലിയ മെയിൻ്റനൻസ് ഉണ്ടാവില്ല. 1.2 എഞ്ചിനാണ് വണ്ടിക്ക് വരിക. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. വില എത്രയായിരുന്നു? 85,000 രൂപ. 85,000 രൂപയ്ക്ക് വരാം. ഓൾട്ടോ 2011 വെൽ കണ്ടീഷൻ വണ്ടി. ഓക്കെ, 1.25 ലക്ഷം രൂപയ്ക്ക് വരാം. 1.25 AC പവർ സ്റ്റാരിംഗ് വരുന്ന ഒരു ഓൾട്ടോ കണ്ടീഷൻ വണ്ടി. നെക്സ്റ്റ് 1.25 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾക്ക് 2008 മോഡല് i10 സ്പോർട്സ് വരാം. റീടെസ്റ്റ് കഴിഞ്ഞതാണ്. 2028 ലാസ്റ്റ് വരെ പേപ്പർ വാലിഡിറ്റി ഉള്ള വണ്ടി. 1,25,000 രൂപയ്ക്ക് വരാം. 1.25. ഇതെല്ലാം ഇപ്പൊ മഴക്കാലാണ്, എന്തായാലും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സെഗ്മെന്റ് ആണ്. പ്രൈസ് ഞങ്ങൾ കുറച്ചിക്കാണ് ചെയ്തത്. ഇതൊക്കെ ഞങ്ങളിവിടെ 1.40 വെച്ച വണ്ടിയാണ്. 1.25 തരാം. പെരുന്നാൾ ഓഫറായിട്ട് 1.25 ഓൾട്ടോ തരാം. 85,000 രൂപയ്ക്ക് സ്പാർക്ക് തരാം. ഒരുപാട് വണ്ടി ഇപ്പോൾ ലോണിൽ കയറും. നമ്മൾ അവിടെ കാണിച്ചൊക്കെ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ്. നമ്മളിതിൽ കാണിച്ചതൊക്കെ ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. ഇപ്പോൾ നമ്മൾ ആവറേജോ അല്ലെങ്കിൽ പരിക്കുള്ള വണ്ടികളോ സെയിൽസ് എന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യമൊക്കെ വിറ്റിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ അന്ന് അത്രയും കുറച്ചിട്ട് വില ഇപ്പോൾ ഉള്ളത് എല്ലാം ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വണ്ടിക്ക് റിന്യൂവൽ കിട്ടാത്ത വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. എടുക്കുന്ന ആൾക്കാർക്ക് അത് ചിലപ്പോൾ റിന്യൂവൽ കിട്ടിയില്ല എന്ന് വരും. സ്ക്രാപ്പ് പോളിസി നിലവിലുള്ളതിനെ കൊണ്ട് വണ്ടി സ്ക്രാപ്പിലേക്ക് പോകും. അപ്പോൾ നമ്മളിപ്പോൾ നല്ല വണ്ടികൾ മാത്രം, ഒരുപാട് വണ്ടികൾ, അതും 100% ലോൺ കയറുന്നതും ക്യാഷ് ബാക്ക് വരുന്ന വണ്ടികളാണ് ഇപ്പോൾ മാക്സിമം സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഫുള്ള് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കാറ്റലോഗിൽ ഇട്ടാൽ ഏത് സമയത്തും നമുക്ക് 6 മണിക്ക് ശേഷം സ്റ്റാഫ് ഉണ്ടല്ലോ. അപ്പോൾ 6 മണിക്ക് ശേഷം വിളിക്കുന്ന ആൾക്കാർ, ഇപ്പം പുറത്തുള്ള ആൾക്കാരോ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് നമ്മൾ ഈ നമ്പറിൽ ഹായ് ഇട്ട് കഴിഞ്ഞാൽ റിപ്ലൈ മെസ്സേജ് ആയിട്ട് കാറ്റലോഗ് വരും. അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് സ്റ്റോക്കും ഫോട്ടോ സഹിതം നമ്മൾ ഇൻഷുറൻസ് വാലിഡിറ്റി, റിന്യൂവൽ വാലിഡിറ്റി, പ്രൈസ്, ഓണർഷിപ്പ് എല്ലാ ഡീറ്റെയിലും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ. ചെക്ക് ചെയ്യാം. പിറ്റേന്ന് രാവിലെ തിരിച്ചു വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടല്ലോ? എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും വണ്ടിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇയർ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഡിമാൻഡ് ഒന്നുമില്ല. നമ്മൾ വണ്ടിയുടെ ക്വാളിറ്റി ഡിപ്പെൻഡ് എടുക്കുള്ളൂ. ആവറേജും പരിക്കുകളൊന്നും ഇപ്പോൾ കസ്റ്റമർ എടുത്തുനിന്ന് എടുക്കില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി കൊടുക്കാനുണ്ടെങ്കിലും തീർച്ചയായിട്ടും വിളിക്കാം. ഡീറ്റെയിൽ ഫോണിൽ അയച്ചാൽ മതി. നമ്മൾ ഇവിടുന്ന് എക്സ്ചേഞ്ചിന് ആൾ തിരിച്ചു വിളിച്ചോളൂ. യെസ്. അപ്പോൾ എന്തുകൊണ്ട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. നിങ്ങൾ മറ്റാർക്കെങ്കിലും ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ. അപ്പോൾ അടുത്ത വണ്ടി കയറുമ്പോൾ നമുക്ക് കാണാം അല്ലേ? ഇക്ക, താങ്ക് യു സോ മച്ച്. പുതിയ വീഡിയോ ആയിട്ടാണെന്ന് വരെ. ബൈ ബൈ.